ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ പറയുന്നത്. ഇന്നലത്തെ വിശേഷങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടി ലിങ്ക് ഐക്കാർഡിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ആന്റണി വന്നിട്ട് ആ വീഡിയോ ചോദിച്ച കാര്യത്തെ കുറിച്ചിട്ട് അമ്പലത്തിലെ മാനേജർ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി അമ്പലത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും ശരത്താണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി ആന്റണിയെ കണ്ടിരുന്നോ, ആന്റണി ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്ന്. എന്റെ അടുത്ത് ശരത്ത് അവനൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷെ അവൻ എന്തിനു വേണ്ടിയിട്ടാ വന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. അന്ന് ശ്രുതി അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരെ പറ്റിച്ചവനെ പിടിക്കാൻ വേണ്ടിയിട്ട് CCTV ഫുട്ടേജ് വേണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ വീഡിയോ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ആന്റണി വന്നിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തിനാണ് ആ വീഡിയോ ചോദിക്കാൻ വേണ്ടി വന്നത്, അതും ഇവനുമായിട്ട് എന്താണ് ബന്ധം? അമ്മേ, ഓൾറെഡി ശ്രുതിക്ക് അവനെ കുറിച്ച് അറിയാന്നുള്ള കാര്യം ശരത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രുതി പറഞ്ഞിട്ട് തന്നെയായിരിക്കും ആന്റണി ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇവൻ എന്തിനാണ് അവൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കടം കൊടുക്കുന്നതൊക്കെ ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്ത എന്നുള്ള കാര്യം ദേവുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ മലേഷ്യന്ന് വന്നിരിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, അവരെയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് എത്തുവാണ്. സച്ചി വന്ന ഉടനെ തന്നെ രേവതിയും അതുപോലെ ലക്ഷ്മിയും ദേവും ശരത്തും കൂടി ചേർന്നിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അവരെ കൂട്ടിയിട്ട് വന്ന ഉടനെ തന്നെ രേവതിയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതില് ആ അമ്മ പറയുന്നുണ്ട് കേട്ടോ, രേവതി നീ ഭയങ്കര ഭാഗ്യം ചെയ്തവളാണ്, ഇതുപോലത്തെ ഒരു ഹസ്ബൻഡിനാണല്ലോ നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങള് ഇന്ന് ഒറ്റ ദിവസം പരിചയപ്പെട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും ഞങ്ങൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ രേവതി പറയുന്നത്, അതാണ് സച്ചേട്ടന്റെ ഗുണം. ഒരു തവണ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സച്ചേട്ടനുമായിട്ട് ഭയങ്കര കൂട്ടായിരിക്കും. എന്തിനാ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? എല്ലാം റെഡിയല്ലേ എന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ റെഡിയാണ്. ദേവു നീ പോയിട്ട് മാല എടുത്തു പോയെന്ന് പറയുന്നുണ്ട്. ദേവു ഉടനെ തന്നെ മാല കൊണ്ടുപോയിട്ട് സച്ചിയുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. മാല കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ മാലയ്ക്ക് എത്ര രൂപയാന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, നല്ലൊരു ദിവസമായിട്ട് എന്റെ മകളെയും മകനെയും കുറിച്ചിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് തന്നെ ധാരാളമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂജ കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടി അവരുടെ കൂടെ ചെന്നിട്ട് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പൂജയെല്ലാം കഴിയുമ്പോൾ സച്ചിയുടെ അടുത്ത് നന്ദി പറയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഞങ്ങള് ചെറുതായിട്ടൊരു പൂജ നടത്താം എന്നുള്ള കാര്യമാണ് വിചാരിച്ചത്, എന്നാൽ നിങ്ങളത് വലിയൊരു ആഘോഷമായിട്ട് തന്നെ മാറ്റി. ഞങ്ങളെ സ്വന്തം ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ വലിയ ഒരു കാര്യം പോലെയാണ്, ഞങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ സന്തോഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളും സന്തോഷം തന്നെയാണ്, നിങ്ങൾ മുതിർന്നവരല്ലേ. എന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മാത്രം മതി എന്ന് പറയണേ. അവർ രണ്ടുപേരും കൂടി ചേർന്ന് പറയണ്ടേ, നിങ്ങൾ എന്നും ദീർഘായുസോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന്. അത് കഴിഞ്ഞ് അവർ പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവരങ്ങ് പോയി കഴിഞ്ഞ ശേഷം സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട അവരുടെ മുഖത്തുള്ള സന്തോഷം ശ്രദ്ധിച്ചോ എന്ന്. അവര് നമ്മളെ നാട്ടിലേക്ക് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണ്ടെന്ന് രേവതിയുടെ അടുത്ത് സച്ചിയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതി ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഭക്ഷണം കഴിക്കണം. രേവതി എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്, രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്താലോ എന്ന് ചോദിക്കുവാണേ. അത് കേൾക്കുമ്പോഴേക്കും രേവതിയുടെ മുഖം വാടുന്നുണ്ട്. എന്താ രേവതി, നിനക്ക് ഇഷ്ടമല്ല എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ, എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അവര് വരുമോന്നാണ് രേവതി തിരിച്ചു ചോദിക്കുന്നത്. അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളാം, പക്ഷേ അമ്മ എന്തെങ്കിലും പറഞ്ഞാലോ സച്ചേട്ടാ, അത് നീ പ്രശ്നമാക്കണ്ട, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞോളാം. അച്ഛനൊരിക്കലും അവരെ കൂട്ടിക്കൊണ്ടുവരണ്ട എന്നുള്ള കാര്യം പറയില്ലല്ലോ. അത് ഓക്കെ ആണെന്ന് രേവതിയും പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് വിരുന്ന് കൊടുത്തതുപോലെയാകും. അത് മാത്രമല്ല, അവര് മലേഷ്യന്ന് വന്നു എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രുതിയുടെ അച്ഛനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അന്വേഷിക്കാലോ. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ആ അതും ശരിയാണല്ലോ അല്ലെ, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ല രേവതി. എന്റെ അടുത്ത് അവര് മലേഷ്യയെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പക്ഷെ എനിക്കൊരിക്കലും പൗഡർ എടുത്ത് ഓർമ്മ വന്നില്ല. നീ എന്തായാലും രേവതി കറക്റ്റ് ആയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ബാക്കി നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രദക്ഷിണൊക്കെ വെച്ചിട്ട് രണ്ടുപേരും ഇവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. വന്ന ഉടനെ തന്നെ സച്ചി അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന്. അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, രണ്ടുപേർക്കുള്ള വിരുന്ന് ഞങ്ങളുടെ വീട്ടിലാക്കിയാലോ ഇന്ന്. അയ്യോ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് സന്തോഷമുള്ള കാര്യം രേവതി അവരുടെ അടുത്ത് പറയുവാണേ. ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഉറപ്പായിട്ടും വരാ എന്ന് അവരും വാക്ക് കൊടുക്കുന്നുണ്ട്. രേവതി 2-3 സ്ഥലത്ത് അവരെയും കൂട്ടി പോവാനുണ്ട്. അവരെ കൂട്ടി ഞാൻ നേരെ വീട്ടിലേക്ക് വരാം, അപ്പോഴേക്കും നീ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുമ്പോഴേക്കും സച്ചിയേട്ട ഒരു മിനിറ്റ് ഒന്ന് നിന്നേന്ന് പറയുകയാണ്. ആ വിശ്വനാഥന്റെ മുഖം അറിയാൻ വേണ്ടിയിട്ട് നമ്മള് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് രേവതി അവർ തരില്ല എന്നല്ലേ പറഞ്ഞത്. അത് മാത്രമല്ല, അച്ഛനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അത് വിട്ടേക്കെന്ന് പറയണേ. അതല്ല സച്ചിയേട്ട, ആ വീഡിയോ ചോദിച്ചിട്ട് മാനേജർ അരികിലേക്ക് ആന്റണി വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ എന്തിനാണ് ഇതിനെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? ഒരുപക്ഷെ ശ്രുതി പറഞ്ഞിട്ടായിരിക്കും സച്ചിയേട്ട.
ഓ, പൗഡർ എടുത്തേക്ക് വേണ്ടിയിട്ട് അവൻ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ. എന്തായാലും അതവിടെ നിൽക്കട്ടെ, ഇവരെ കൂട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. ആ സമയത്ത് നമുക്ക് അവിടെ വെച്ചിട്ട് മലേഷ്യ കാര്യങ്ങളും ചോദിക്കാം എന്ന് പറഞ്ഞ് സച്ചി അവരെയും കൊണ്ടിട്ട് വണ്ടിയിൽ കയറിയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ആന്റണിയാണ് കേട്ടോ കാണിക്കുന്നത്. ആന്റണിയുടെ കൂടെ വേറെ ഒരുത്തനുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ശ്രുതിയെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ആ ദാസാണെന്നുണ്ടെങ്കിൽ അവളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ, അവൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാന്നുള്ള കാര്യം വിചാരിച്ചു. പക്ഷേ ആന്റണി ചേട്ടൻ അവളെ ഹെൽപ്പ് ചെയ്യാനാണല്ലോ പോകുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. എന്നുണ്ടെങ്കിലും മുഴുവൻ വളർന്നതിന് ശേഷം മാത്രമേ വെട്ടാൻ വേണ്ടി പാടുള്ളൂ. അവക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവളെ യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. ചെന്ന ഉടനെ തന്നെ വിശ്വനാഥനെ കുറിച്ച് അന്വേഷിച്ചോ, ആ വീഡിയോ കിട്ടിയോന്നൊക്കെ ചോദിക്കുകയാണേ. ചെന്ന് ഞങ്ങള് അന്വേഷിച്ചു, പക്ഷെ വീഡിയോ കിട്ടിയില്ല. അറിയാത്ത ആൾക്കാർക്ക് വീഡിയോ കൊടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. എന്തിന്? ഇവിടെ കടവച്ചിരിക്കുന്ന ശരത്തിന്റെ ഫ്രണ്ടാണ്, അവരെ എനിക്ക് അറിയാന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോലും അവർ വീഡിയോ തന്നില്ല. രേവതിയും ആ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. രേവതി ചോദിച്ചു എന്നോ? അതെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. നിങ്ങൾ ആ വീഡിയോ പോയി ചോദിച്ചത് ആരെങ്കിലും കണ്ടോന്ന് ചോദിക്കുമ്പോ രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓ, ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് വേണ്ടേ നിങ്ങൾ പോവാൻ വേണ്ടിയിട്ട്? അങ്ങനെ അവരില്ലാത്ത സമയം എന്ന് പറയുന്നത് രാത്രിയിലായിരിക്കും. അങ്ങനെ രാത്രിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? നിങ്ങൾ പോയി ചോദിച്ച കാര്യത്തെ കുറിച്ച് രേവതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രേവതിക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞിട്ടാണ് ആന്റണി അവിടെ പോയി ചോദിച്ചതെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകും. ശരി, അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പോ ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വഴിയും ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോൾ പോലീസ് വന്നിട്ട് അന്വേഷിച്ചാൽ മാത്രമേ വീഡിയോ കിട്ടുള്ളൂ. നിങ്ങൾ ആ വഴി എന്തെങ്കിലും നോക്കാൻ വേണ്ടി നോക്ക്. വീഡിയോ വാങ്ങിയതിന് ശേഷം ആ വീഡിയോ എനിക്ക് അയച്ചു തന്നാൽ മതി. നിങ്ങളെ പറ്റിച്ചവരെ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് പൊക്കാം. അതും പറഞ്ഞ് ആന്റണി അവിടുന്ന് പോകുന്നുണ്ട്. ആന്റണി പോയി കഴിഞ്ഞതിന് ശേഷം സുധിയെ ഫോണിൽ വിളിച്ചിട്ട് കംപ്ലൈന്റ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവര് ചെന്ന് ചോദിച്ചാൽ മാത്രമേ ആ ഫുട്ടേജ് അമ്പലത്തിൽ നിന്ന് കിട്ടുള്ളൂ. ഉടനെ തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സുധിയുടെ അടുത്ത് ആവശ്യപ്പെടുവാണേ. ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വെക്കുന്നുണ്ട്. അതിനുശേഷം ബാമയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ബാമ ഇങ്ങനെ പറയുന്നുണ്ട് സുധിയുടെ അവസ്ഥയെ കുറിച്ചിട്ട്. 30 ലക്ഷം രൂപ പോവുകയും ചെയ്തു. അത് മാത്രമല്ല, കടയിലെ മുതലാളി ഇരുന്ന അവൻ വെറും ഒരു തൊഴിലാളിയായി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ട ഉടനെ തന്നെ അവന്റെ ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേട്ടോ ചന്ദ്ര പറയുന്നത്. ഒരു തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിലെ പ്രശ്നം എന്ന് പറയാം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നത്? അവനാണ് പ്രശ്നമെന്നോ? ഇതിന്റെ എല്ലാം മൂല കാരണം ആ ശ്രുതിയാണ്. അവള് കള്ളം പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് കേട്ട ബാമ പറയുന്നത് കള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. പക്ഷെ അത് മറ്റുള്ളവരെ ബാധിക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അവര് പറ്റിക്കപ്പെട്ടത് നിങ്ങളുടെ പണം എടുത്തോണ്ട് പോയിട്ടൊന്നും അല്ലല്ലോ. അവര് സമ്പാദിച്ച പണം തന്നെയാണല്ലോ അവരുടെ കയ്യിൽ നിന്ന് പോയത്. അതല്ല ബാമ കാര്യം. ഞാന് ശ്രുതിയെ ചീത്ത വിളിച്ചല്ലോ, അത് ബാക്കിയുള്ളവർക്ക് ഇടം കൊടുക്കുന്നത് പോലെയായി. സച്ചി രേവതിയുടെ അടുത്ത് പറയാണ്, രേവതിയെ മാത്രമാണല്ലോ ഞാൻ ചീത്ത വിളിക്കുന്നത്. ശ്രുതിയെയും ചീത്ത വിളിക്കാൻ വേണ്ടി തുടങ്ങിയത് കൊണ്ട് തന്നെ അവര് 3 പേരും കൂടി ചേർന്നിട്ട് കക്ഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് സത്യം തന്നെയാണല്ലോ. നീ അവളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുമക്കൾ 3 പേരും ഒന്നാവുകയും പിന്നെ നീ തനിയാവുകയും ചെയ്യും. ഇപ്പം എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. എന്റെ വീട്ടിൽ എനിക്ക് മര്യാദ ഇല്ലാത്ത അവസ്ഥയായി. അതുകൊണ്ടാ ചന്ദ്രൻ ഞാൻ പറയുന്നത്, രേവതിയെ നീ ഒരിക്കലും മരുമകളായിട്ട് അംഗീകരിക്കില്ല. പിന്നെ വർഷയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവൾ നിന്നെ ഒരിക്കലും അമ്മായിമ്മയായിട്ട് അംഗീകരിക്കില്ല. നിനക്ക് കുറച്ച് വില തരുന്നത് ആകെ ശ്രുതി മാത്രമാണ്. എപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവളുടെ അച്ഛന്റെ സ്വത്ത് അവൾക്ക് തന്നെ വരുമല്ലോ. ആ സ്വത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ നിനക്ക് നേരെ തിരിയും. അതിനേക്കാൾ നല്ലത് അവളെ നിന്റെ കൈക്കുള്ളിൽ തന്നെ വെക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടാണല്ലോ അവളുടെ മുമ്പിൽ ഞാൻ കുറച്ചെങ്കിലും ഒന്ന് താഴ്ന്നു കൊടുത്തത്. എത്രയും വേഗം തന്നെ ആ പറ്റിക്കപ്പെട്ട ആളെ കണ്ടെത്തിയിട്ട് ആ പണം തിരികെ മേടിക്കണം. ശ്രുതിയാണെങ്കിൽ അവനെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കേട്ട ഉടനെ വാമയാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് അതിനൊക്കെ പറ്റുമെന്ന് ചോദിക്കുവാണേ. വാമയുടെ ആ ചോദ്യം കേൾക്കുമ്പോ തന്നെ ഞാനൊന്ന് വെച്ചു തരും നിനക്ക്. അവനെ കൊണ്ട് പറ്റും അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയല്ല ചന്ദ്രയെ പറഞ്ഞത്. അവന് നീ കൂടുതൽ ലാളിച്ച് വഷളാക്കിയിരിക്കുകയാണ്. അവനൊരു പേടി തൊണ്ടനാണ്. ആരെങ്കിലും കാണുമ്പോഴേക്കും അവൻ ഓടിപ്പോകും. അതൊന്നുമില്ല, അവനെ പറ്റിച്ചവനെ ഉടനെ തന്നെ അവൻ തന്നെ കണ്ടെത്തും. ആ വിശ്വാസം തനിക്കുണ്ടെന്നൊക്കെയാണ് കേട്ടോ ചന്ദ്ര പറയുന്നത്. ശരി, പണം കിട്ടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തായാലും ഇനി ശ്രുതിയെ ചീത്ത വിളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. പിന്നെ സച്ചി പറഞ്ഞതുപോലെ തന്നെ 3 പേരും കൂടി ചേർന്നിട്ട് നിനക്കിട്ട് പണിയും. അത് നീ സൂക്ഷിച്ചോ എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ചന്ദ്രയുടെ അടുത്ത്. മക്കളെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കും ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. തുടർന്ന് വീട്ടില് രേവതിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സദ്യ ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയൊക്കെ നുറുക്കുന്നുണ്ട്. അരയ്ക്ക് തന്നെ വർഷയുണ്ട് കേട്ടോ. അവർക്ക് നല്ല ഗംഭീര സദ്യ തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യോ? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ. അതൊന്നും വേണ്ട, അതെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് രേവതി തിരിച്ചു പറയുവാണ്. രേവതി ചേച്ചി എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്നത്? ചേച്ചി പൂ കൊടുക്കാൻ വേണ്ടി പോകുന്നു, ഡെക്കറേഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ ഞാനുണ്ടല്ലോ 2 hours ഡബിങ് ചെയ്യുമ്പോഴേക്കും ആകെ മൊത്തം ടയർഡാകും.
പിന്നീട് ഞാൻ 1 അവർ ബ്രേക്ക് എടുക്കും. എന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത വർക്കിലേക്ക് കിടക്കുള്ളൂ. ചേച്ചി എങ്ങനെയാണ് ഇത്രയും ജോലി ചെയ്യുന്നത്? ഹൗ ഇറ്റ് പോസിബിൾ? ടയേർഡ് ആവില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി ചെറുതായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. അതൊക്കെ വർഷേ ശീലമായി. നിന്റെ വീട്ടില് ജോലി ചെയ്യുന്നത് ജോലിക്കാരിയല്ലേ, എന്നാൽ എന്റെ വീട്ടിൽ അങ്ങനെയല്ല. ഞങ്ങൾ തന്നെ എല്ലാ ജോലിയും ചെയ്യണം. നാൾ മുഴുവൻ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ജോലി ചെയ്യണം. വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ തന്നെ ജോലി ചെയ്യണം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലത്തെ ആൾക്കാരാണ് കൂടുതൽ എന്ന് രേവതി പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്. വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, നന്നായിട്ട് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാ ചേച്ചി, ഞാൻ ഇതൊന്നും അറിയാതെയാണ് വളർന്നത്. എന്റെ അമ്മയാണെങ്കിൽ എന്നെ ഒരു ജോലി ചെയ്യാൻ പോലും അനുവദിക്കാറില്ല. നീ ആ വീട്ടിലെ ഒരേ ഒരു മകളല്ലേ ചെല്ലക്കുട്ടി, ആ നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ രേവതി ചേച്ചി തന്നെ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് ഒരു സെർവന്റിനെ വെച്ചാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി എന്തിനാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്? അപ്പോഴാണ് രേവതി പറയുന്നത്, രേവതി ആ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ആ വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു എന്ന്. അതിനെ കുറിച്ചിട്ട് ഞാൻ അറിയില്ലല്ലോ. എന്റെ അടുത്ത് ശ്രീകാന്ത് ആണെങ്കിൽ മുമ്പ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. രേവതി വന്ന പിറ്റേ ദിവസം തന്നെ ആ മെയ്ഡിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം പിന്നെ വേറെ ആരും വന്നില്ലേ ജോലിക്ക് എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ, അങ്ങനെ ഒരാളെ വേണമെങ്കിൽ ഇപ്പൊ വെച്ചാലും മതിയല്ലോ. അതൊന്നും വർഷയെ ഒരിക്കലും നടക്കില്ല. ഇനിയിപ്പോ ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ വേണ്ടാന്നേ പറയുള്ളൂ. അതെന്താ ചേച്ചി അങ്ങനെ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോഴാണ്, അമ്മയെ സംബന്ധിച്ചിടത്തോളം ശമ്പളം വാങ്ങാതെ ഒരു ജോലിക്കാരി ഞാൻ ഇവിടെ ഉണ്ടല്ലോ. രേവതി പറഞ്ഞത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയുടെ കണ്ണില് ഞാന് അങ്ങനത്തെ ഒരുത്തിയാണ്. അങ്ങനെ ആന്റി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രേവതി ചേച്ചി അത് തെറ്റാണ്. ചേച്ചിയും ഈ ഫാമിലിയിലെ ഒരംഗമാണ്. പിന്നെ ചേച്ചി ഇവിടെ ചുമ്മാതിരിക്കൊന്നും അല്ലല്ലോ. ചേച്ചിയും ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് ഒരു ഷെയർ കൊടുക്കുന്നില്ലേ? ഇതൊന്നും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വർഷയെന്ന് രേവതി പറയാണ്. പക്ഷെ വർഷയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ വല്ലതും പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ചീത്ത പറഞ്ഞു വിടും. പോയിട്ട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ രേവതി വേണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുവാണ്. നീ അവിടെ പോയിട്ട് അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും നിന്നെ അമ്മ ഒന്നും പറയില്ല. പക്ഷെ ആ ദേഷ്യം കൂടി എന്റെ നേർക്ക് തീർക്കും. ആദ്യം രേവതി ചേച്ചിയെ കുറിച്ചുള്ള അങ്ങനത്തെ ചിന്ത ഒഴിവാക്കണം. ചേച്ചിയും ഈ ഫാമിലിയിലെ ഒരാൾ തന്നെയല്ലേ. ഞാനാണെങ്കിൽ ചേച്ചിയെ സ്വന്തം സിസ്റ്ററിനെ പോലെയല്ലേ കാണുന്നത്. അത് എനിക്ക് അറിഞ്ഞൂടെ വർഷേ. അമ്മയ്ക്ക് ഒരിക്കലും എന്നെ മരുമകളായിട്ട് ഇതുവരെ അംഗീകരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരാറൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്ര വരുന്നു എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിട്ട് വാ ആന്റി എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങ് വിളിക്കുവാണ്. അതോടുകൂടി രേവതി സംസാരിക്കുന്നത് നിർത്തുന്നുണ്ട്. എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വർഷ പറയുന്നുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കണ്ടിട്ട് ഇതെന്താടി കല്യാണത്തിന് മറ്റാണോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഇവിടെ ഉള്ള പച്ചക്കറി മൊത്തം തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുവാണേ. സച്ചേട്ടൻ വരുന്ന സമയത്ത് രണ്ടുപേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അവർക്കും കൂടി ചേർത്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആരെ കൂട്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതും എന്റെ അടുത്ത് ചോദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് തീരുമാനിക്കുവാണോ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര കിടന്ന് തുള്ളുന്നുണ്ട്. അവര് മലേഷ്യയിൽ നിന്ന് വന്നതാണ്, സച്ചേട്ടന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും, ഓഹോ നിങ്ങളുടെ കാറിന് ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലെ ഭക്ഷണമാണോ തീർക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ വൃത്തിയായിട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെന്താ ഹോട്ടലാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സച്ചേട്ടൻ വന്ന ഉടനെ തന്നെ ഞാൻ ചോദിച്ചിട്ട് അമ്മയ്ക്ക് അതിനുള്ള മറുപടി പറഞ്ഞു തരാമെന്ന് പറയാണേ. അതോടുകൂടിയിട്ട് ചന്ദ്രയുടെ വായ അടയ്ക്കുന്നുണ്ട്. കാരണം സച്ചി വന്നിട്ട് രേവതി ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ സൂക്കേട് അങ്ങ് മാറ്റി കൊടുക്കുമല്ലോ. ചന്ദ്ര അടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വർഷ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അവൻ വന്ന ഉടനെ തന്നെ അവന്റെ വായിലിരിക്കുന്നത് എന്നെ കേൾപ്പിക്കണം, അതിനു വേണ്ടിയിട്ടല്ലേ? ഒന്നും ആവശ്യമില്ല, അവൻ വന്നാൽ ഞാൻ നേരിട്ട് ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ഇവിടെ ശബ്ദം എന്ന് ചോദിക്കുകയാണ്. എല്ലാം നിങ്ങളുടെ മകൻ ചെയ്യുന്ന പണി തന്നെയാണ്. നമ്മളെടുത്ത് ചോദിക്കാതെ ആരോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇതെന്താ സത്രാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ സച്ചി ഓൾറെഡി എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് അവരുടെ അടുത്ത് വന്നോളാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നിങ്ങളും വരാൻ വേണ്ടിയിട്ട് പറഞ്ഞോ? ആ പറഞ്ഞു. വയസ്സായിട്ടുള്ള 2 പേരാണ്. അവര് പുറംനാട്ടിൽ നിന്ന് വന്നതാണ്. അവരെ വിളിച്ചിട്ട് അവൻ ഭക്ഷണം കൊടുക്കണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നു. ഇത് നോക്ക് ചന്ദ്രേ, വീട്ടില് എപ്പോഴും അന്നലക്ഷ്മി തിളങ്ങണം. നമ്മൾ മാത്രം ഇവിടെ നിന്ന് കഴിച്ചാൽ പോരാ. പുറത്തുനിന്ന് വന്ന ആൾക്കാര് വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് പോണം. അപ്പോഴേ വീട് സുഭിക്ഷമായിട്ടിരിക്കുള്ളൂ. എന്താ ഇത്രയും നാളെ വീട് നല്ല രീതിയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്? എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യം പിടിച്ച് അങ്ങ് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. രേവതി നീ അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് രേവതി ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. തുടർന്ന് കാണിക്കുന്നത് ആന്റണി പോയിട്ട് വീഡിയോ ചോദിച്ചല്ലോ. പോലീസ് മുഖേന മാത്രമേ വീഡിയോ കിട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രുതിയുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ശ്രുതി പോലീസ് സ്റ്റേഷനിൽ എത്തുവാണേ. ശ്രുതി ചെന്ന ഉടനെ തന്നെ ആരാണ് എന്താ ആവശ്യം എന്നൊക്കെ അവിടെയുള്ള പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ കാണാൻ വേണ്ടിയിട്ടാണ്. എന്റെ പേര് സുധീന്ദ്രൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ശരി ഇൻസ്പെക്ടർ അകത്തുണ്ട്, ചെന്ന് കണ്ടോളൂ എന്ന് പറയാണ്.
സുധി ഇൻസ്പെക്ടറുടെ അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ്. സുധി വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് ആ പോലീസുകാരനുണ്ടല്ലോ അത് നോക്കിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുള്ള ആളൊക്കെ ആണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് ചെന്ന് ഇൻസ്പെക്ടറുടെ അരികിലെത്തുമ്പോഴേക്കും ഇൻസ്പെക്ടർ കാര്യം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ സുധിയുടെ അടുത്ത്. ഒരു വീട് വാങ്ങാനുള്ള പേരും പറഞ്ഞിട്ട് ഒരുത്തൻ എന്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ എടുത്തോണ്ട് പോയി. അത് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ആ വീടിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ഏതുവരെ ആയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്. സർ, കൊടുത്ത കംപ്ലൈന്റ് എന്തായി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ അവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും. ശരി സർ, ഞാന് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് അവർക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ അമ്പലത്തിലെ CCTV ഫുട്ടേജിനകത്ത് അത് പതിഞ്ഞിട്ടുണ്ട് സർ. ഞാനത് പോയി ചോദിച്ച സമയത്ത് അവര് തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫുട്ടേജ് കിട്ടില്ല എന്നുള്ള കാര്യം അവര് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വന്ന് ചോദിച്ചാൽ മാത്രമേ ആ ഫുട്ടേജ് തരാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് അവര് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്തിനാണ് ഇപ്പോ ഫുട്ടേജ് പോയിട്ട് അവിടെ ചോദിച്ചത്? പോലീസിന്റെ അടുത്ത് ചോദിക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് പോയിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് തന്നത്? കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, നീ പോവാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് സുധിയുടെ അടുത്ത് പോവാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് കേട്ടിട്ടും സുധി അവിടെ നിന്ന് പോവാതെ സാറ് എന്റെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ കൈയോടെ ആ ഫുട്ടേജ് മേടിക്കാം, സാറ് വാ സാർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടറെ വിളിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ ആരാണ് ഇവൻ എന്തിനാണ് നമ്മളിവിടെ വന്നിട്ട് അധികാരം കാണിക്കുന്നത്? ഉടനെ തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്താ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇൻസ്പെക്ടർ സാർക്ക് ഓർഡർ ഇടുവാണോ? ഇതെന്താ പോലീസ് സ്റ്റേഷൻ ആണോ അതോ നിന്റെ വീടാണോ? ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്നുള്ള കാര്യമൊക്കെ സാർ എനിക്കറിയാം. എന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച അയാളുടെ ഫോട്ടോ അമ്പലത്തിലെ ആ CCTVയിൽ നന്നായിട്ട് പതിച്ചിട്ടുണ്ട്. അത് എന്റെ വൈഫ് കണ്ടുപിടിച്ചിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പോലീസിന്റെ പാതി പണി അവള് ചെയ്ത് തീർത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി അവളടുത്ത് ചെയ്തോളാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ടർ അവിടുന്ന് പറയുന്നത്. നിങ്ങളുടെ വൈഫ് എന്താണ് പോലീസ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, അവള് ബ്യൂട്ടീഷ്യനാണ്. പിന്നെ അവൾ എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്? സർ, പണം നഷ്ടപ്പെട്ടത് ഞങ്ങളുടേതാണല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളും കൂടി ട്രൈ ചെയ്യുന്നത്. സാറ് വേഗം ഞങ്ങളുടെ കൂടെ വന്നിട്ട് CCTV ഫുട്ടേജ് ചോദിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറയണം കേട്ടോ ഇൻസ്പെക്ടറുടെ അടുത്ത്. നീ വിളിക്കുമ്പോഴൊക്കെ വരാൻ വേണ്ടിയിട്ട് നീ വെച്ച ആളാണോടാ ഞാന്? ഞങ്ങൾ ചെയ്യേണ്ട ജോലിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. നീ ആദ്യം നിന്നെ പറ്റിച്ച ആളുണ്ടല്ലോ, അയാളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫോൺ നമ്പറും അയാളുടെ ഫോട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കൊടുക്ക്. ശരി സാർ, അവന്റെ ഫോൺ നമ്പർ ഉണ്ട്, പക്ഷേ അവന്റെ ഫോട്ടോ ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് ആ അമ്പലത്തിലെ CCTV ഫുട്ടേജ് വാങ്ങണമെന്ന് പറഞ്ഞത്. സാറ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവന്റെ മുഖം കൈയോടെ കാണാം. അവനെ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കംപ്ലൈന്റിൽ എഴുതി കൊടുത്തിട്ടുണ്ടോന്ന് ഇപ്പോഴല്ലേ കംപ്ലൈന്റ് എഴുതി തരാൻ വേണ്ടി പറഞ്ഞെന്ന് സുധി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ ഒരു ബന്ധുവില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആദ്യം ഇവന്റെ കയ്യിലേക്ക് 2 പേപ്പർ എടുത്ത് കൊടുക്ക്. എന്തിനെന്ന് സുധി ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ സൈഡിലെങ്ങാനും ഇരുന്നിട്ട് കഥ എഴുതാൻ പറയും അവനോട്. സാർ എന്തൊക്കെയായി പറയുന്നത്? പിന്നെ കംപ്ലൈന്റ് എഴുതി തരാൻ വേണ്ടിയിട്ട് പേപ്പർ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ട് നീ എന്തിനാ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അവന് നീ ആദ്യമായിട്ട് എവിടെ വെച്ചിട്ടാണ് കണ്ടത്? അവന്റെ കൂടെ എവിടെയൊക്കെ പോയി? അവന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണോ പണം കൊടുത്തത്, ഇല്ലെങ്കിൽ മൊത്തമായിട്ടാണോ കൊടുത്തത്? എല്ലാം ആ പേപ്പറിനകത്ത് എഴുത്. സർ, ഞാൻ അവന്റെ കൂടെ എവിടെയും പോയിട്ടില്ല. അമ്പലത്തിൽ വെച്ചിട്ടാണ് അവൻ ആദ്യത്തെ അഡ്വാൻസ് കൊടുത്തത്. പിന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് അവൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചത്. ആ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നെങ്കിൽ പിന്നെ അവനെങ്ങനെ നിങ്ങളെ പറ്റിച്ചത്? സർ, അതല്ല സർ. സർ, ആധാരത്തിനകത്ത് എല്ലാം കറക്റ്റ് ആയിരുന്നു. എടോ, ഈ പോലീസ് സ്റ്റേഷൻ എന്റെ പേരിലാണെന്ന് വേണമെങ്കിൽ എനിക്ക് ആധാരത്തിൽ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഡോക്യുമെന്റ് ഫോർജറി ഒക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ്. ഇത്രയൊക്കെ പഠിച്ചിട്ടില്ലേ? ഇതുപോലെ നിനക്ക് അറിയില്ലേ? ആദ്യം നീ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോവാൻ വേണ്ടി നോക്ക്. എപ്പം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പോ എന്ന് പറഞ്ഞിട്ട് സുധി അവിടുന്ന് പറഞ്ഞു വിടുവാണേ. കംപ്ലൈന്റ് എഴുതാൻ വേണ്ടിയിട്ട് പേപ്പർ മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അദ്ദേഹത്തിനടുത്ത് ചോദിക്കുന്നത് കംപ്ലൈന്റ് ഇംഗ്ലീഷിൽ എഴുതണോ അതോ മലയാളത്തിൽ എഴുതണോ എന്നാണ്. നിനക്ക് ഏത് ഭാഷയാണോ അറിയുന്നത് ആ ഭാഷയിൽ എഴുതിയാൽ മതി. സാർ, എനിക്ക് രണ്ടും അറിയാം. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ എഴുതിക്കൊള്ളാൻ വേണ്ടി പറയുന്നുണ്ട്. കംപ്ലൈന്റ് എങ്ങനെ എഴുതി കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. സ്നേഹപൂർവ്വം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന രീതിയിലൊക്കെ എഴുതുന്നത്. അങ്ങനെ അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? ആദ്യം ഫ്രം ടു അങ്ങനെ അഡ്രസ്സ് എഴുതാനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കംപ്ലൈന്റ് എഴുതിയിട്ട് നേരെ ഇൻസ്പെക്ടർ കയ്യിലേക്ക് കൊടുക്കുവാണ്. കൊടുത്ത ഉടനെ തന്നെ എപ്പോഴാ ഇത് കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് കേട്ടോ ചോദിക്കുന്നത്. നിന്റെ ഈ കംപ്ലൈന്റ് മാത്രമാണോ? എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ആയി കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി ഇറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ടാന്നും കൂടി പറയുന്നുണ്ട്.